പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് NSന്റെ +2ൻ്റെ എക്കണോമിക്സിൻ്റെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സാണ്. 24ാമത്തെ ചാപ്റ്ററായ നാഷണൽ ഇൻകം ആൻഡ് റിലേറ്റഡ് ആഗ്രിഗേറ്റ്, ദേശീയ വരുമാനവും അനുബന്ധ കണക്കുകളും എന്ന് പറയുന്ന ചാപ്റ്ററാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ വീഡിയോ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 വന്ന സിലബസ് അപ്ഡേഷൻ പ്രകാരം മൊത്തം ചാപ്റ്റേഴ്സ്, അതായത് 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഈ 2 ടെക്സ്റ്റ് ബുക്കിൻ്റെയും കൂടി മൊത്തം ചാപ്റ്റേഴ്സിൻ്റെ 60% മാത്രം നിങ്ങൾ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% എക്സാമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ മാർക്ക് 2ാമത്തെ ടെക്സ്റ്റ് ബുക്ക് എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ അവസാനത്തെ 4 ചാപ്റ്റർ മാത്രമേ എക്സാമിന് പഠിക്കേണ്ടതുള്ളൂ. ഓക്കെ, ഈ 24ാമത്തെ ചാപ്റ്ററിൽ വരുന്ന 2 മാർക്കിൻ്റെയും 3 മാർക്ക്, 4 മാർക്ക്, 5 മാർക്ക് വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. പുതിയ രീതി അനുസരിച്ച് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആദ്യത്തെ 20-22 ക്വസ്റ്റ്യൻസോളം നമുക്ക് വരുന്നുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ബോർഡിൽ ക്വസ്റ്റ്യൻസ് എഴുതാൻ കാരണം, ക്വസ്റ്റ്യൻസ് മലയാളത്തിൽ പരീക്ഷ എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി പ്രാക്ടീസ്, നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞ് അതിൻ്റെ അർത്ഥം മലയാളത്തിൽ പറഞ്ഞ് ആൻസർ മലയാളത്തിൽ എക്സ്പ്ലെയിൻ. ഇതേ രീതി തന്നെയാണ് നമ്മുടെ ഗൈഡിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ വിഷയത്തിൻ്റെ ഗൈഡുകൾ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ നമ്മളത് അയച്ചു തരുന്നതാണ്. ഓക്കെ, നമ്മൾ ഏകദേശം ഒരു 11 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ്, എക്സ്പ്ലെയിൻ ദി കൺസെപ്റ്റ് ഓഫ് റെസിഡന്റ്. റെസിഡന്റ് എന്നാണ് സ്ഥിര താമസക്കാരാണ്. സ്ഥിര താമസക്കാർ എന്ന് പറയുന്ന ആശയം എന്താണ് എന്ന് വ്യക്തമാണ്. സ്ഥിര താമസക്കാർ എന്ന് പറഞ്ഞാൽ തനിക്ക് ഇഷ്ടമുള്ള ഒരു രാജ്യത്ത് സാധാരണയായി താമസിക്കുന്ന സ്വദേശിയോ വിദേശിയോ ആയ ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നത് സ്ഥിര താമസക്കാർ എന്ന് പറയുന്നത്. തനിക്ക് ഇഷ്ടപ്പെട്ട രാജ്യത്ത് എന്ത് ചെയ്യുക, സ്ഥിരമായി താമസിക്കുന്നത്. സ്വദേശി ആയിക്കോട്ടെ വിദേശി ആയിക്കോട്ടെ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ രാജ്യത്ത് വന്നിട്ട് ഒരു അമേരിക്കക്കാരൻ വന്ന് സ്ഥിരമായി താമസിക്കുക. അയാളൊരു വിദേശിയാണ്, അയാൾക്ക് ഇന്ത്യൻ പൗരത്വമില്ല, എങ്കിൽ അയാൾ സ്ഥിര താമസക്കാരനാണ്. പക്ഷെ അയാൾ ഇന്ത്യയിൽ താമസിക്കാൻ ഒരു കാരണം ഉണ്ടാവും. അദ്ദേഹത്തിന് ഇവിടെ സാമ്പത്തികപരമായിട്ടുള്ള ഏർപ്പാടുകളോ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളോ ഉണ്ടാവും. അതിൽ നിന്ന് അയാൾക്ക് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് അയാൾ എവിടെ താമസിക്കുന്നത്, ഇന്ത്യയിൽ താമസിക്കുന്നത്. ഇതേപോലെ നമ്മൾ എവിടെയെങ്കിലും അല്ലെ യൂറോപ്യൻ കൺട്രിയിലോ വേറെ ഏതെങ്കിലും ഗൾഫ് കൺട്രിയിലോ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്ഥിരമായി താമസിക്കുകയാണ്. അപ്പൊ നമുക്ക് അവിടെ നിന്നൊരു സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും ഉറവിടം കിട്ടുന്നുണ്ടെങ്കിൽ, നമ്മൾ വിദേശ രാജ്യ പൗരനല്ല, ഇന്ത്യൻ പൗരനാണ്, പക്ഷെ നമ്മൾ വിദേശത്താണ്, സ്ഥിരമായി താമസിക്കുന്നു എന്ന് ആ പ്രദേശത്ത് നിന്ന് നമുക്ക് സാമ്പത്തികപരമായിട്ടുള്ള എന്തെങ്കിലും താല്പര്യങ്ങൾ അവിടെ നിന്ന് ലഭിക്കുന്നുണ്ടെങ്കിൽ അവിടെ സ്ഥിര താമസക്കാർ എന്ന് പറയുന്നുണ്ട്. ഇംഗ്ലണ്ടിലെ നോർമൽ റെസിഡൻസ് ആണ് ഒരു ഉദാഹരണം. പിന്നെ ലോകബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി, UNO, WHO തുടങ്ങിയ ജീവനക്കാർ ഈ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന രാജ്യത്തെ സാധാരണ സ്ഥിര നിവാസികളല്ല. പക്ഷെ ഇന്ത്യയിലുള്ള ഈ സ്ഥാപനങ്ങളുടെ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പൗരന്മാർ ഇവിടുത്തെ സ്ഥിര താമസക്കാരാണ് കേട്ടോ. അപ്പൊ അന്താരാഷ്ട്ര നാണയനിധി, ലോകബാങ്ക്, UNO തുടങ്ങിയ ജീവനക്കാർ ഈ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന രാജ്യത്തെ സാധാരണ സ്ഥിര നിവാസികളല്ല എന്നാണ് പറയുന്നത്. ഇനി 2ാമത്തെ ചോദ്യം, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇന്റർമീഡിയറ്റ് പ്രൊഡക്റ്റ് ആൻഡ് ഫൈനൽ പ്രൊഡക്റ്റ്. എന്താണ് ഇന്റർമീഡിയറ്റ് ഫൈനൽ പ്രൊഡക്റ്റ്? ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് മലയാളത്തിൽ അന്താരാള ഉൽപ്പന്നം എന്ന് പറയും. ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അന്തിമ ഉൽപ്പന്നം. അന്താരാള ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ, ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരു സാധനത്തിന്റെ ഉൽപാദനത്തിന് വേണ്ടി ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് അന്താരാള ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണമായി പറയണം, വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ആവശ്യമായ നൂലാണ്. അതേപോലെ തന്നെ വീടുണ്ടാക്കുന്നതിന് വരുന്ന സിമന്റ്, അതൊക്കെ എന്താണ്, അന്താരാള ഉൽപ്പന്നമാണ്.
അല്ലെ? ഡ്രസ്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നൂല് എന്ന് പറയുന്നത് ഒരു അനുഭവം. വേറൊരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉൽപ്പന്നത്തെയാണ് എന്ന് പറയുന്നത് അന്താരാളം. ഡ്രസ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നൂല്, അതേപോലെ തന്നെ വീടുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സിമെന്റ് അല്ലെങ്കിൽ ബ്രിക്സ്, മെറ്റല് അല്ലെങ്കിൽ വെട്ടുകല്ല്, ഇതൊക്കെ ഏതിന് ഉദാഹരണമാണ്? അന്താരാളം പറയുന്നുണ്ട്. ഷൂ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ തുകൽ, ബാഗ് ഉണ്ടാക്കുന്നതിന് ആവശ്യം പ്ലാസ്റ്റിക്, ഇതെല്ലാം ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ ഉൽപ്പന്നം ഉപയോഗിക്കുകയാണ് അന്തരാളം. അന്തിമ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ അന്തിമമായ ഉപയോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, വീണ്ടും ഉൽപാദന പ്രക്രിയക്ക് വിധേയമാവൂല എന്നുള്ളതാണ്. അതാണ് അന്തിമ ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഇപ്പൊ വീടുണ്ടാക്കി, വീട് കൊണ്ട് വേറെ ഒന്നും ഉണ്ടാക്കാൻ പറ്റൂലല്ലോ. നമ്മൾ സിമെന്റ് ഉണ്ടാക്കിയത് അന്തരാളാണ്. സിമെന്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ബിൽഡിംഗ് ഉണ്ടാക്കാം, ബ്രിക്സ് ഉണ്ടാക്കാം, അതൊക്കെ സിമെന്റ് കൊണ്ടുള്ള ഗുണങ്ങളാണ്. അതേപോലെ തന്നെ നമുക്ക് വീടിന് ആവശ്യമായിട്ടുള്ള സിമെന്റ് കട്ടിലുകളൊക്കെ ഉണ്ടാക്കാം. ഇതൊക്കെ സിമെന്റ് കൊണ്ടുള്ള ഒരു അന്താരാള ഉൽപ്പന്നങ്ങളാണ്. അന്തിമ ഉൽപ്പന്നം എന്ന് പറഞ്ഞാല് വീടുണ്ടാക്കിയ വീടോട്ട് പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കാൻ പറ്റൂല, അല്ലേ? അത് അതിന് ഒരു ഉദാഹരണമാണ്. അതേപോലെ തന്നെ ടി വി ഉണ്ടാക്കി അതുകൊണ്ട് വേറെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. മോട്ടോർ സൈക്കിള്, ഞാൻ കഴിക്കുന്ന ഭക്ഷണം, ഇതുകൊണ്ടൊന്നും എന്ത് ചെയ്യുന്നില്ല, വേറൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതാണ് അന്തിമമായ ആവശ്യത്തിന് വേണ്ടി, പിന്നെ അത് വേറൊരു ഉൽപാദനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയില്ല. അതാണ് ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദി കൺസെപ്റ്റ് ഓഫ് വാല്യൂ ആഡഡ് ബൈ ഗിവിംഗ് എ ന്യൂമറിക്കൽ എക്സാമ്പിൾ ആണ്. കൂട്ടിച്ചേർത്ത മൂല്യരീതി എന്ന ആശയം, വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർത്തില്ല എന്ന ആശയം സംഖ്യാപരമായ ഉദാഹരണ സഹിതം വ്യക്തമാക്കാനാണ്. ഉൽപാദന പ്രക്രിയയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടതും കൂട്ടിച്ചേർത്തതുമായ യഥാർത്ഥ മൂല്യമാണ് എന്ന് പറയുന്നത്. ഉൽപാദന പ്രക്രിയയിൽ ഉൽപ്പാദിക്കപ്പെട്ടതും കൂട്ടിച്ചേർത്തതുമായ യഥാർത്ഥ മൂല്യമാണ് കൂട്ടിച്ചേർത്ത മൂല്യം എന്ന് പറയുന്നത്. ഒരു സംരംഭത്തിന്റെ യഥാർത്ഥ സംഭാവന അറിയണമെങ്കിൽ ആ സംരംഭത്തിന്റെ കൂട്ടിച്ചേർത്ത മൂല്യം കണക്കാക്കണം. ഒരു വ്യവസായ സംരംഭം ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുന്നത് മറ്റ് വ്യവസായ സംരംഭങ്ങളിൽ നിന്ന് വാങ്ങിയ മറ്റനേകം അന്താരാള വസ്തുക്കൾ ഉപയോഗിച്ചാണ്. ഒരു വ്യവസായ സംരംഭത്തിന് മാത്രമായി ഒരു ഉൽപ്പന്നം മുഴുവനായും ഉൽപ്പാദിക്കപ്പെടുന്നില്ല. ഒരു സംരംഭത്തിനാൽ കൂട്ടിച്ചേർത്ത മൂല്യം കണക്കാക്കണമെങ്കിൽ അന്താരാള ഉപഭോഗത്തിൻ്റെ മൂല്യത്തെ ഉൽപ്പന്ന മൂല്യത്തിൽ നിന്ന് കുറക്കണം. അപ്പോൾ കൂട്ടിച്ചേർത്ത മൂല്യം കാണുന്നത്, വാല്യൂ ആഡഡ് കാണുന്നത് ഉൽപ്പന്ന മൂല്യം മൈനസ്, അല്ലേ, വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് ഇന്റർമീഡിയറ്റ് കൺസപ്ഷൻ. അതാണ് വാല്യൂ ഓഫ് ആഡഡ് കാണുന്നത് മൊത്തം ഉൽപ്പന്ന മൂല്യത്തിൽ നിന്ന് അന്താരാള ഉപഭോഗ മൂല്യം കുറച്ചാലാണ് കൂട്ടിച്ചേർത്ത മൂല്യം കിട്ടുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കർഷകൻ 1000 രൂപ വിലയുള്ള അസംസ്കൃത പരുത്തി ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഉൽപ്പാദന അന്താരാള ഉപഭോഗ മൂല്യം ഉണ്ടായില്ലെന്ന് കണക്കാക്കുകയാണെങ്കിൽ കർഷകനാൽ കൂട്ടിച്ചേർത്ത മൂല്യം 1000 രൂപയാണ്. പരുത്തി നൂലുണ്ടാക്കുന്ന ഒരു സ്ഥാപനം 1000 രൂപയ്ക്ക് ഈ അസംസ്കൃത പരുത്തി വാങ്ങി പരുത്തി നൂലുണ്ടാക്കി 2500 രൂപയ്ക്ക്. ഇവിടെ കൂട്ടിച്ചേർത്ത മൂല്യം എത്ര? 1500ആണ്. 1000 രൂപയുടെ പരുത്തി വാങ്ങി 2500 വിറ്റു. അപ്പോൾ അവിടെ 1000 രൂപയുടെ വാങ്ങി 2500 വിറ്റ് അവിടെ എത്രയാണ് അധികം വാങ്ങിയത്? 1500 അധികം വാങ്ങി. പ്രോഫിറ്റ് രൂപത്തിലുള്ളതാണ് ഈ കൂട്ടിച്ചേർത്ത മൂല്യം വരുന്നത് കേട്ടോ. പിന്നെ തുടർന്ന് ഈ നെയ്ത്തു സ്ഥാപനം 2500 രൂപയിലെ പരുത്തി നൂല് വാങ്ങി തുണിയാക്കി മാറ്റുകയും പിന്നെ 4500 രൂപയ്ക്ക് വിൽക്കുന്നു. ഇവിടെ നെയ്ത്ത് കമ്പനി കൂട്ടിച്ചേർത്ത മൂല്യം 2000. ഓക്കെ, ഇങ്ങനെ മാറ്റി വരാം എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ നൂലുണ്ടാക്കുകയാണെങ്കിൽ നൂലിന് ആവശ്യമായ അസംസ്കൃത വസ്തു നിശ്ചിത വിലക്ക് വാങ്ങി നൂലാക്കി, നൂലുകൊണ്ട് വസ്ത്രമാക്കി, അതിന് നമ്മൾ ഫാഷൻ ഡിസൈനിങ് വർക്ക് ചെയ്തു. അവിടെയൊക്കെ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് കസ്റ്റമറിലേക്ക് എത്തുന്നത് വരെ കൂട്ടിച്ചേർത്ത മൂല്യങ്ങൾ വരുന്നുണ്ട്. അതിന് അസംസ്കൃത വസ്തു മുതൽ വിൽക്കുന്നത് വരെ. അപ്പോൾ ഏകദേശം ഒരു 7000 രൂപയ്ക്കാണ് ഇപ്പോൾ നമ്മൾ 1000 രൂപക്ക് വാങ്ങി പരുത്തി 7000 രൂപക്കാണ് വിൽക്കുന്നതെങ്കിൽ അതിൽ ഒരുപാട് കൂട്ടിച്ചേർക്കൽ വരുന്നുണ്ട്. ഫസ്റ്റ് ഒരു 1500 കൂട്ടി, പിന്നെ ഒരു 2000 കൂട്ടി, ഇങ്ങനെ ഈ രീതിയിൽ കൂട്ടി ചിലപ്പോൾ അത് നമ്മുടെ കസ്റ്റമറിൻ്റെ കയ്യിലെത്തുമ്പോൾ 1000 രൂപയുടെ അസംസ്കൃത വസ്തു എത്രയാവും? 7000 രൂപ. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കൂട്ടുന്നത് കൂട്ടിച്ചേർത്ത മൂല്യമായിട്ടാണ് വരുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ആർ ട്രാൻസ്ഫർ ഓഫ് പേയ്മെന്റ്? ഹൗ ഡു ദേ ഡിഫറെന്റ് ഫ്രം അതർ പേയ്മെന്റ്?
അതായത് മാറ്റക്കെടുതികൾ, ട്രാൻസ്ഫർ ഓഫ് പേയ്മെന്റ് എന്നാണ് മലയാളത്തിൽ മാറ്റക്കെടുതികൾ എന്നാൽ എന്ത്? ഘടക വീട്ടൽ എന്നതിൽ നിന്ന് അവ എങ്ങനെ വ്യത്യസ്തമാണ്? ഘടക വീട്ടൽ എന്ന് പറഞ്ഞാൽ ഫാക്ടർ ഓഫ് പേയ്മെന്റ്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയുള്ള ഏകപക്ഷീയമായ അടവുകളാണ് മാറ്റക്കെടുതികൾ. തിരിച്ചൊന്നും ഇങ്ങോട്ട് കിട്ടൂല, അങ്ങനെ അടക്കുന്നതാണ് എന്ന് പറയുന്നത് മാറ്റക്കെടുതികൾ എന്ന് പറയുന്നത്. പ്രതിഫലമായി ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു വ്യക്തിയോ സ്ഥാപനമോ ഗവൺമെന്റോ മറ്റൊരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ ഗവൺമെന്റിനോ നടക്കുന്ന അടവാണ് എന്ന് പറയുന്നത് മാറ്റക്കെടുതികൾ എന്ന് പറയുന്നത്. തിരിച്ച് പ്രതീക്ഷ ഒന്നും കിട്ടാതെ ഒരു വ്യക്തിയോ സ്ഥാപനമോ ഗവൺമെന്റോ മറ്റൊരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ ഗവൺമെന്റിനോ അടക്കുന്ന മാറ്റക്കെടുതികൾ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ നികുതി അടക്കുന്നുണ്ട് അല്ലെ, പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ നികുതി അടക്കണം, വില്ലേജിലൊക്കെ നികുതി അടക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചൊന്നും കിട്ടൂല, തിരിച്ചൊന്നും പ്രതീക്ഷ. നമ്മൾ ഫൈൻ അടക്കുന്നുണ്ട്, ഇതൊക്കെ മാറ്റക്കെടുതികൾക്ക് ഉദാഹരണമാണ്. സബ്സിഡികൾ, സ്കോളർഷിപ്പ്, തൊഴിലായ്മ വേതനം, വാർദ്ധക്യ പെൻഷൻ തുടങ്ങിയ മാറ്റടവുകൾക്ക് ഉദാഹരണമാണ്. മാറ്റക്കെടുതികൾ ട്രാൻസ്ഫർ ഓഫ് പേയ്മെന്റിനെ രണ്ടായി തരംതിരിക്കുന്നുണ്ട്. കറന്റ് ട്രാൻസ്ഫർ ഉണ്ട്, ക്യാപിറ്റൽ. കറന്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ വർത്തമാനകാല മാറ്റമാണ്. വർത്തമാനകാല ആവശ്യങ്ങൾക്ക് വേണ്ടി നൽകുന്ന അടവുകളാണ് കറന്റ് ട്രാൻസ്ഫർ. ഉദാഹരണം നികുതികൾ, സ്കോളർഷിപ്പ്. ക്യാപിറ്റൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ മൂലധന അടവുകളാണ്. മൂലധന അടവുകൾ എന്നാൽ മൂലധന സ്വരൂപണത്തിന് വേണ്ടി നൽകുന്ന അടവുകളാണ്. വീട് നിർമ്മിക്കുന്നതിനും ഉൽപാദക സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്നതിനും വേണ്ടി നൽകുന്ന ധനസഹായങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതാണ് ക്യാപിറ്റൽ ട്രാൻസ്ഫർ എന്ന പേരിൽ അറിയിക്കുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻസ്. എക്സ്പ്ലെയിൻ ദി റിലേഷൻഷിപ്പ് എമംഗ് ദി ത്രീ ബേസിക് എക്കണോമിക് ആക്ടിവിറ്റീസ്. അടിസ്ഥാനപരമായ മൂന്ന് സാമ്പത്തിക പ്രവർത്തനങ്ങൾ തമ്മിലുള്ള ബന്ധം ഏതൊക്കെയാണ്? അതിൽ അടിസ്ഥാനപരമായിട്ടുള്ള മൂന്ന് സാമ്പത്തിക പ്രവർത്തനം: ഒന്ന് ഉപഭോഗം, കൺസപ്ഷൻ; രണ്ട് ക്യാപിറ്റൽ ഫോർമേഷൻ; പിന്നെ മൂലധന സ്വരൂപീകരണമാണ്. ഓരോ നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. അതിൽ ഉപഭോഗം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്, അല്ലെങ്കിൽ ഉൽപാദനം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ഉൽപാദനം എന്ന് പറഞ്ഞാൽ? സാധനങ്ങളും സേവനങ്ങളും എന്ത് ചെയ്യാണ്? ഉൽപ്പാദിപ്പിക്കാൻ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് ഉൽപാദനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉപഭോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യാവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി സാധന സേവനങ്ങൾ ഉപയോഗിക്കും. ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ മനുഷ്യന്റെ സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഉപഭോഗം. ജനങ്ങളുടെ ഉപഭോഗ നിലയാണ് അവരുടെ ജീവിത നിലവാരം നിർണ്ണയിക്കുന്നത്. ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ആളുകൾ വിവിധ ഇനം സാധനങ്ങൾ വാങ്ങുന്നു, വിൽക്കുന്നു. സാധനങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ അവയുടെ ഉൽപ്പാദനത്തിനും ഉപഭോഗത്തിനും ഇടയിൽ ഒരു ഇടവേളയുണ്ട്. അവ ആദ്യം പിന്നീട് ഉപഭോഗത്തിനാണ്, ഉൽപ്പാദിപ്പിച്ചിട്ടാണ് പിന്നെ ഉപഭോഗം നടത്തുന്നത്. ഉദാഹരണമായി ഒരു അധ്യാപകൻ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന സേവനം അനുഷ്ഠിക്കുമ്പോൾ തന്നെ കുട്ടികൾ അധ്യാപകന്റെ സേവനം ഉപഭോഗം ചെയ്യുന്നുണ്ട്. പിന്നെ മൂലധന സ്വരൂപീകരണം എന്ന മൂന്നാമത്തെ സാമ്പത്തിക പ്രവർത്തനം. ഒരു കണക്കെടുപ്പ് വർഷത്തിൽ ഉൽപാദനത്തിൽ നിന്നും ഉപഭോഗം കഴിച്ച്, ഉൽപാദനത്തിൽ നിന്ന് ഒരു കണക്കെടുപ്പ് വർഷം എടുക്കുകയാണെങ്കിൽ ഉൽപാദനത്തിൽ നിന്ന് ഉപഭോഗം കഴിച്ച് ബാക്കി വരുന്ന ഇതാണ് മൂലധന സ്വരൂപീകരണം എന്ന് പറയുന്നത്. അതിൽ കെട്ടിടങ്ങൾ, റോഡുകൾ, അണക്കെട്ടുകൾ തുടങ്ങിയ പുതിയ ആസ്തികളുടെ നിർമ്മാണം വരുന്നുണ്ട്. യന്ത്രോപകരണങ്ങൾ, വിമാനങ്ങൾ മുതലായവയുടെ ഉൽപ്പാദനം വരുന്നുണ്ട്. ഒരു കണക്ക് വർഷത്തിൽ അസംസ്കൃത വസ്തുക്കൾ, അർദ്ധനിർമ്മിത സാധനങ്ങൾ എന്നിവയുടെ ശേഖരത്തിലുള്ള വർധനമൊക്കെ ഇത് വരുന്നുണ്ട്. ഇനി ആറാമത്തെ ചോദ്യം. എക്സ്പ്ലെയിൻ ദി സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ എ ടു സെക്ടർ എക്കണോമി. ചാക്രിക പ്രവാഹത്തിന്റെ ദ്വിമേഖല മാതൃക വിശദമാക്കുന്നതാണ്. സമ്പദ് വ്യവസ്ഥയിൽ രണ്ട് മേഖല മാത്രമുള്ള ഒരു ചാക്ര പ്രവാഹമാണ് ദ്വിമേഖല എന്ന് പറയുന്നത്. ദ്വിമേഖല സമ്പദ് വ്യവസ്ഥ താഴെ കൊടുത്തിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സമ്പദ് വ്യവസ്ഥയിൽ കുടുംബങ്ങൾ, ഉൽപാദന സ്ഥാപനങ്ങൾ, ഇങ്ങനെ രണ്ട് മേഖലകളുണ്ട്. കുടുംബങ്ങൾ ഉൽപാദന ഘടകങ്ങൾ പ്രദാനം ചെയ്യുന്നു. സ്ഥാപനങ്ങൾ ഉൽപാദന ഘടകങ്ങൾ എന്ത് ചെയ്യണം? വാങ്ങണം ചെയ്യും. കുടുംബങ്ങൾ അവയുടെ വരുമാനം മുഴുവൻ ഉപഭോഗത്തിനായി ചെലവഴിക്കുന്നുണ്ട്. കുടുംബങ്ങൾ അവരുടെ വരുമാനം ഉപഭോഗത്തിനായി ചെലവഴിക്കുന്നുണ്ട്, മിച്ചം വയ്ക്കുന്നുണ്ട്. സ്ഥാപനങ്ങൾ അവയുടെ ഉൽപ്പന്നങ്ങൾ മുഴുവൻ കുടുംബങ്ങൾക്ക് വിറ്റഴിക്കുന്നുണ്ട്. സമ്പദ് വ്യവസ്ഥ ഗവൺമെന്റ് ഇല്ലാത്ത ഒരു അടഞ്ഞ സമ്പദ് വ്യവസ്ഥയാണ്. ഈ ലളിത സാമ്പത്തിക മാതൃക രണ്ട് വിപണികളുണ്ട്. സാധന സേവനങ്ങൾക്കുള്ള ഉൽപാദന വിപണിയുണ്ട്, ഉൽപാദന ഘടകങ്ങൾക്കുള്ള ഘടക വിപണിയും. കുടുംബങ്ങളുടെ പ്രധാന പ്രവർത്തനം ഉൽപാദന ഘടകങ്ങൾ പ്രദാനം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇതാണ്, ഇങ്ങനെയാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്? കുടുംബങ്ങളും രണ്ട് സെക്ടർ ഓഫ് എക്കണോമിയാണ്. കുടുംബങ്ങളും ഉൽപാദന ഘടകം ടെക്സ്റ്റൈലും കീഴിലൊക്കെ ഉണ്ടാകും. അപ്പൊ കുടുംബങ്ങളിൽ നിന്ന് ആണ് ഉൽപാദന ഘടകങ്ങളിലേക്ക് പോകുന്നത്. എന്തൊക്കെ പോകുന്നത്? പാട്ടം, വേതനം, പലിശ, ലാഭം. അത് പോകുമ്പോൾ സാധന സേവനങ്ങൾക്കുള്ള ചെലവാണ് അവിടെ വരുന്നത്. ഉൽപാദന സ്ഥാപനത്തിൽ നിന്ന് കുടുംബങ്ങളിലാണ്.
പിന്നെ കുടുംബങ്ങളിൽ നിന്ന് ഉൽപാദന സ്ഥാപനങ്ങൾ പോകുന്നത് ഭൂമി, തൊഴിൽ, മൂലധനം. ഭൂമിക്കാണ് ഈ പാട്ടം കിട്ടുന്നത്, തൊഴിലിനാണ് വേതനം കിട്ടുന്നത്, മൂലധനത്തിനാണ് പലിശ വരുന്നത്, സംഘാടന ലാഭമാണ്. അവിടെയാണ് സാധനങ്ങളും സേവനങ്ങളും ഉൽപാദന ഘടകങ്ങളിൽ നിന്ന് എവിടേക്ക് എത്തുന്നത്? കുടുംബങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ കുടുംബങ്ങളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഭൂമി ഉൽപാദന സ്ഥാപനങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ അതിന് പാട്ടം കിട്ടുന്നു. തൊഴിൽ പോകുമ്പോൾ അതിന് വേതനം കിട്ടുന്നു. മൂലധനം പോകുമ്പോൾ അതിന് പലിശ കിട്ടുന്നു. സംഘാടനം ലഭിക്കുമ്പോൾ ലാഭം കിട്ടുന്നു. പിന്നെ സാധനങ്ങൾക്കും സേവനങ്ങൾക്കുമുള്ള ചെലവ് അവിടെ വരുന്നുണ്ട്. അത് ഉൽപാദന സ്ഥാപനങ്ങളിൽ നിന്ന് കുടുംബങ്ങളിലേക്ക് വരുന്നതാണ്. അതുപോലെ സാധന സേവനങ്ങൾക്കുള്ള സപ്ലൈ വരുന്നുണ്ട്. അതും ഉൽപാദന ഘടകങ്ങളിൽ നിന്ന്. സാധന സേവനങ്ങളൊക്കെ ഉൽപ്പാദിപ്പിച്ച പിന്നെ അത് ഉൽപാദന ഘടകങ്ങളിൽ നിന്ന് എവിടേക്ക് വരിക? കുടുംബത്തിലേക്കാണ് വരുന്നത്. ഓക്കെ. ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥക്ക് ലഭിക്കുന്ന ഇത്തരം പ്രതിഫലത്തെയാണ് ഘടക വരുമാനം എന്ന് പറയുന്നത്. ഘടക അടവും ഘടക വരുമാനം ഒന്ന് തന്നെയാണ്. കുടുംബങ്ങൾ തങ്ങൾക്ക് കിട്ടുന്ന ഘടക വരുമാനം ഉൽപാദക യൂണിറ്റ് ഉണ്ടാക്കിയ സാധനങ്ങളും സേവനങ്ങളും വാങ്ങിക്കുന്നതിന് വേണ്ടി വിനിയോഗിക്കുന്നു. അങ്ങനെ പണം കുടുംബങ്ങളിൽ നിന്ന് സ്ഥാപനങ്ങളിലേക്ക് പ്രവഹിക്കുന്നു. കുടുംബങ്ങൾ സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി സ്ഥാപനത്തിന് കൊടുക്കുന്ന ഈ പണമാണ് മൂന്നാമത്തെ പ്രവാഹം എന്ന് പറയുന്നത്. പ്രവാഹം രണ്ട് രീതിയിലുണ്ട്. പണപ്രവാഹമുണ്ട്, യഥാർത്ഥ പ്രവാഹമുണ്ട്. സ്ഥാപനങ്ങളിൽ നിന്ന് കുടുംബങ്ങളിലേക്കും കുടുംബങ്ങളിൽ നിന്ന് സ്ഥാപനത്തിലുള്ള പണത്തിൻ്റെ കൊടുക്കുന്ന പണപ്രവാഹം എന്ന്. പണപ്രവാഹം എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിൽ നിന്ന് കുടുംബത്തിലേക്കും കുടുംബത്തിൽ നിന്ന് സ്ഥാപനത്തിലുള്ള പണത്തിൻ്റെ രൂപത്തിലാണ് പണപ്രവാഹം. യഥാർത്ഥ പ്രവാഹം എന്ന് പറഞ്ഞാൽ ഒരു മേഖലയിൽ നിന്ന് മറ്റൊരു മേഖലയിലേക്കുള്ള സാധന സേവന രൂപത്തിലുള്ള ഒഴുക്കാണ് എന്ന് പറയുന്നത് യഥാർത്ഥ പ്രവാഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി അടുത്ത ചോദ്യമാണ്, Name different types of final expenditure. Explain their meaning. അന്തിമ ചെലവ് രീതി എന്താണ്? വ്യത്യസ്ത തരത്തിലുള്ള അന്തിമ ചെലവ് രീതികൾ ഏതൊക്കെയാണ്? ആഭ്യന്തര ഉൽപാദനത്തിന് മേലുള്ള അന്തിമ ചെലവിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ചെലവ് രീതി എന്നത്. ആഭ്യന്തര ഉൽപാദനത്തിന് മേലുള്ള അന്തിമ ചെലവിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് രീതിയാണ് ചെലവ് രീതി എന്നത്. ഈ രീതിയിൽ ദേശീയ വരുമാനത്തെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന് മേലുള്ള സമൂഹത്തിൻ്റെ അന്തിമ ചെലവുകളുടെ ആകെ തുകയായി കാണുന്നു. ഈ രീതി അനുസരിച്ച് ദേശീയ വരുമാനം കണക്കാക്കുന്നത് മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിനു മേലുള്ള അന്തിമ ചെലവുകൾ അളന്നുകൊണ്ടാണ്. ചെലവുകൾ ഉപഭോഗ ചെലവുകളോ മുതൽ മുടക്ക് സംബന്ധമായ ചെലവുകളാണ്. അതുകൊണ്ട് ഈ രീതി കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി എന്താണ് പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ? അന്തിമ സ്വകാര്യ ചെലവ് പറഞ്ഞാൽ എന്താണ്? ഗാർഹിക അന്തിമ ഉപഭോഗ ചെലവ്, ട്രേഡ് യൂണിയനുകൾ, ധർമ്മസ്ഥാപനങ്ങൾ, സാംസ്കാരിക സംഘടനകൾ ഇങ്ങനെയുള്ള ലാഭേച്ഛോഹിത സ്ഥാപനങ്ങളുടെ അന്തിമോപഭോഗ ചെലവാണ് സ്വകാര്യ അന്തിമ ചെലവ്. സ്വകാര്യ അന്തിമ ചെലവ് കണക്കാക്കുന്നത് താഴെ പറയുന്ന മൂല്യം കണക്കാക്കേണ്ടതാണ്. ആഭ്യന്തര വിപണിയിൽ നിന്നും ഗാർഹിക ഉപഭോക്താക്കൾ വാങ്ങുന്ന സാധന സേവനങ്ങൾ വരും. പണമല്ലാതെ സ്വീകരിച്ച വേതനവും ശമ്പളം വരും. അതേപോലെ തന്നെ മറ്റ് സമ്മാനങ്ങൾ വരും. വിദേശത്ത് നിന്ന് നടത്തുള്ള വാങ്ങലുകൾ വരും. പിന്നെ ഗവൺമെൻറ്റിൻ്റെ അന്തിമ ചെലവ് പറഞ്ഞാൽ എന്താണ്? സർക്കാരിൻ്റെ ഭരണ വകുപ്പുകളുടെ സേവനം ലഭ്യമാക്കുന്നതിനുമായി സാധനങ്ങളെ മേൽ നടത്തിയ തന്നാണ്ട് ചെലവുകളിൽ നിന്നും വിൽപ്പനകൾ കിഴിച്ചു കിട്ടുന്നതാണ് ഗവൺമെൻറ്റിൻ്റെ അന്തിമ ചെലവ്. അതേപോലെ സാധന സേവനങ്ങളുടെ അറ്റ കയറ്റുമതി വരുന്നുണ്ട്. സാധന സേവനങ്ങളുടെ അറ്റ കയറ്റുമതികൾ എന്ന് പറയുന്നത് കയറ്റുമതി മൂല്യവും ഇറക്കുമതി മൂലം, കയറ്റുമതിയിൽ നിന്ന് ഇറക്കുമതി മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് അറ്റ കയറ്റുമതികൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത എട്ടാമത്തെ ചോദ്യമാണ്, വാട്ട് ഈസ് മിക്സ്ഡ് ഇൻകം? വൈ ഈസ് ദേർ എ നീഡ് ഫോർ സച്ച് കൺസെപ്റ്റ്? എന്താണ് മിശ്രിത വരുമാനം? ഈ ആശയത്തിൻ്റെ ആവശ്യകത എന്താണ്? സ്വയം തൊഴിൽ ചെയ്യുന്നവരുടെ വരുമാനം കമ്പനി മേഖലയിലല്ലാതെ ചെറുകിട സംരംഭങ്ങളുടെ ലാഭവും ലാഭവിഹിതവും കൂടിച്ചേർന്നാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവരുടെ സംരംഭം കേട്ടോ. സ്വയം തൊഴിൽ ചെയ്യുന്നവരുടെ വരുമാനം കമ്പനി മേഖലയിലല്ലാതെ ചെറുകിട സംരംഭങ്ങളുടെ ലാഭവും ലാഭവിഹിതം കൂടിച്ചേർന്നാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവരുടെ സമ്മിശ്ര വരുമാനം. ആഭ്യന്തര ഘടക വരുമാനത്തിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരുടെ സമ്മിശ്ര വരുമാനം ഉൾപ്പെടുന്നുണ്ട്. ഇത് ഭാഗികമായി തൊഴിലിൽ നിന്നുള്ള വരുമാനവും ഭാഗികമായ മുതൽ മുടക്കിൽ നിന്നുള്ള വരുമാനം. സ്വയം തൊഴിൽ ചെയ്യുന്ന ഒരാൾ തൻ്റേതായ തൊഴിൽ ശക്തി, ഭൂമി, മൂലധനം എന്നിവ തൻ്റെ സംരംഭത്തിൽ ഉപയോഗിക്കുന്നുണ്ടാകും.
അതുകൊണ്ട് അയാളുടെ വരുമാനം, വേതനം, പാട്ടം, പലിശ, ലാഭം എന്നീ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു. അതിനൊക്കെ അവർക്ക് പ്രതിഫലം ലഭിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല മറ്റു പല സ്രോതസ്സുകളിൽ നിന്നും കൂടി അവർക്ക് വരുമാനം കിട്ടുന്നു. ഉദാഹരണത്തിന് ഒരു ചെറുകിട വ്യാപാരിക്ക് തൻ്റെ സ്ഥാപനത്തിൽ കിട്ടുന്ന വരുമാനത്തിന് പുറമെ തൻ്റെ വസ്തുക്കളിൽ നിന്ന് വരുമാനം ലഭിക്കും. അതിനാൽ ഇവരുടെ വരുമാനം സ്വത്തിൽ നിന്നുള്ള വരുമാനം, മൂലധന നിക്ഷേപത്തിൽ നിന്നുള്ള വരുമാനം എന്നിങ്ങനെ വേർതിരിച്ചറിയാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഇവരുടെ വരുമാനം സമ്മിശ്രമാണ്. 9ാമത്തെ ചോദ്യം, നെയിം ഡിഫറെന്റ് ഫാക്ടേഴ്സ് ഇൻകം ആൻഡ് എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ആണ്. വ്യത്യസ്ത തരത്തിലുള്ള ഘടക വരുമാനം ഏതൊക്കെയാണ്? ഭൂമി, പ്രയത്നം, മൂലധനം, സംഘാടത്വം കേട്ടോ. വലിയ ലാൻഡാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഭൂമി എന്ന പദം ഉദ്ദേശിക്കൊണ്ടെന്ന് ഭൂമിയുടെ ഉപരിതലത്തിൽ കാണുന്ന മണ്ണ് മാത്രമല്ല, പ്രത്യുത പ്രകൃതിയുടെ ദാനങ്ങളായ വനങ്ങൾ, ഖനികൾ എല്ലാം വരുന്നുണ്ട്. ലേബർ എന്ന് പറഞ്ഞാൽ മാനസികവും ശാരീരികവുമായ എല്ലാ മാനവശേഷിയും ഉൾപ്പെടുത്തുന്നതാണ് ലേബർ എന്ന് പറയുന്നത്. മൂലധനം എന്ന് പറഞ്ഞാൽ ഉൽപാദനം സഹായിക്കുന്ന എല്ലാ മനുഷ്യ നിർമ്മാതാക്കളെയും മൂലധനം പറയുന്നത്. ഉൽപാദനം സഹായിക്കുന്ന എല്ലാ മനുഷ്യ നിർമ്മാണ ഉപാധികളെയും മൂലധനം പറയുന്നത്. പിന്നെ വരുന്നതാണ് സംഘാടകത്വം. സംഘാടകരാണ് ഉൽപാദന ഘടകം പ്രദാനം ചെയ്യുന്നത്. ആവശ്യമുള്ള സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി സംഘാടകർ മറ്റുൽപാദന ഘടകങ്ങളെ വിലക്ക് വാങ്ങിയ വാടക കൊടുത്ത് ഉപയോഗിക്കുന്നു. ഇനി 10ാമത്തെ ചോദ്യമാണ്, നെയിം ദി റിലേറ്റഡ് ആഗ്രിഗേറ്റ്സ് ഓഫ് നാഷണൽ ഇൻകം. ദേശീയ വരുമാനം അനുബന്ധ കണക്കുകളും വിശദമാക്കണം. അതിൽ നമുക്ക് GNP മൊത്തം ദേശീയ ഉൽപ്പന്നമാണ്, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റാണ്. ഒരു രാജ്യത്ത് ആളുകൾ ആ രാജ്യത്തിനകത്തും പുറത്തുമായി ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ സാധന സേവനങ്ങളുടെ മൂല്യമാണ്. ഒരു രാജ്യത്തെ ആളുകൾ അവിടെയും പുറത്തും ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം സാധനങ്ങളുടെ സേവനങ്ങളാണ്. അതായത് GNP എന്ന് പറഞ്ഞാൽ GDP പ്ലസ് വിദേശത്ത് നിന്നുള്ള, GDP എന്ന് പറഞ്ഞാൽ ആഭ്യന്തര പ്രദേശത്തുള്ള വരുമാനം പ്ലസ് വിദേശത്ത് നിന്നുള്ള വരുമാനം. ഇനി അടുത്ത NNP ആണ്, അറ്റ ദേശീയ ഉൽപ്പന്നമാണ്. ഒരു രാജ്യത്ത് ഒരു കൊല്ലം ഉൽപ്പാദിച്ച എല്ലാ അന്തിമ സാധന സേവനങ്ങളുടെയും മൊത്തം പണമൂല്യത്തിൽ നിന്ന് തേയ്മാനം കഴിച്ചതാണ്. ഒരു രാജ്യത്ത് ഒരു കൊല്ലം ഉൽപ്പാദിപ്പിച്ചതിൽ നിന്ന് തേയ്മാനം കുറപ്പിച്ചാണ് GNP എന്ന് പറയുന്നത്. NNP എന്ന് പറയുന്നത് GNP-യിൽ നിന്ന് തേയ്മാനം കുറച്ചതിനാണ് NNP വരുന്നത് കേട്ടോ. പിന്നെ GDP വരുന്നുണ്ട്, മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം വരുന്നത്. ഒരു കൊല്ലം ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ, ഒരു കൊല്ലം ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട എല്ലാ സാധനങ്ങളും സേവനങ്ങളുടെ അന്തിമ മൂല്യമാണ് GDP. GDP എന്ന് പറയുമ്പോൾ നമുക്ക് GNP-യിൽ നിന്ന് വിദേശത്തുള്ള വരുമാനം കുറച്ചാൽ മതി. അതേപോലെ തന്നെ NDP ആണ്, നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്, അറ്റ ആഭ്യന്തര ഉൽപ്പന്നമാണ്. ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കകത്ത് ഉൽപ്പാദിപ്പിച്ച എല്ലാ അന്തിമ വസ്തുക്കളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യത്തിൽ നിന്ന് തേയ്മാനം കുറച്ചതാണ് NDP എന്ന് പറയുന്നത്. ആഭ്യന്തര അതിർത്തിയിൽ നിന്ന് ഉൽപ്പിച്ചിരുന്ന തേയ്മാനം കുറച്ചാൽ NDP കിട്ടും. അതേപോലെ തന്നെ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടറി കോസ്റ്റാണ്. ഉൽപ്പാദകരെല്ലാം കൂടി എല്ലാ ഉൽപ്പാദന ഘടകങ്ങൾക്കുമായി ഒരു രാജ്യത്ത് നിന്ന് ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഒരു വർഷം നടത്തുന്ന ഘടക അടവുകളുടെ ആകെ തുകയാണ്. പിന്നെ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നത് മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിൽ നിന്നും മൂലധനവും കുറച്ച് കിട്ടുന്നതാണ് അറ്റ ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത്. പിന്നെ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്, അറ്റ ദേശീയ ഉൽപ്പന്നം. ഒരു സമ്പത്ത് ഘടനയിൽ അന്തിമ സാധനങ്ങളുടെയും സാധന സേവനങ്ങളുടെയും മൊത്തം മൂല്യത്തിൽ നിന്ന് സ്ഥിരം മൂലധനം, അന്തിമ സാധനങ്ങളിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, മൊത്തം മൂല്യത്തിൽ നിന്ന് സ്ഥിരം മൂലധനം കുറച്ചാലാണ് എന്ത് ചെയ്തത്, അറ്റ ദേശീയ ഉൽപ്പന്നം കിട്ടുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, എക്സ്പ്ലെയിൻ ദി കൺസെപ്റ്റ് ഓഫ് ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തി എന്ന ആശയം വിശദമാക്കണം. ആഭ്യന്തര പ്രദേശം എന്നത് ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രപരമായ ഭൂപ്രദേശത്തേക്കാൾ വിസ്തൃതമാണ്. താഴെ പറയുന്നവയെല്ലാം ഉൾപ്പെടുന്ന ഒന്നായി ആഭ്യന്തര പ്രദേശം കണക്കാക്കാം. അന്തർദേശീയപരമായ വ്യവസ്ഥ പ്രകാരം രാജ്യത്തിൻ്റെ ഭാഗമായി കരുതപ്പെടുന്ന സമുദ്രഭാഗം ഉൾപ്പെടെയുള്ള രാജ്യാതിർത്തിക്കുള്ളിൽ കിടക്കുന്ന പ്രദേശം നമുക്ക് ആഭ്യന്തര പ്രദേശമാണ്. രാജ്യത്തെ സ്ഥിര നിവാസികളുടെ ഉടമസ്ഥയിലുള്ളതും അവർ രണ്ടോ അതിലധികമോ രാജ്യങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നതുമായ കപ്പലുകളും വിമാനങ്ങളൊക്കെ എന്ത് ചെയ്യാം, ആഭ്യന്തര അതിർത്തി വരും. 3 രാജ്യത്തിൻ്റെ വകയായി വിദേശ രാജ്യങ്ങളിലുള്ള നയതന്ത്രപരമായ കാര്യങ്ങൾ, സ്ഥാപനങ്ങൾ, അതിഥി മന്ദിരങ്ങൾ, സൈന്യം, ഇതൊക്കെ നമുക്ക് ഇതിൽ വരാം, ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ വരാമെന്നുള്ളതാണ്. ഇതോടെ ഈ ചാപ്റ്ററിൻ്റെ വലിയ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ എടുക്കാനുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത വീഡിയോയിൽ എടുക്കും. ക്ലാസ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വിഷയത്തിൻ്റെയും മലയാളത്തിലുള്ള ഗൈഡുകൾ ആവശ്യമുള്ളത് എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യുക. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾ 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട്
ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും എല്ലാ ജില്ലകളിലും കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. ലക്ഷദ്വീപിലും ഒക്കെ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അഡ്മിഷൻ എടുക്കുന്നവർക്ക് ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്. ഫ്രീ ആയിട്ടുള്ള അസൈൻമെൻറ്റ്, പ്രാക്ടിക്കൽ റെക്കോർഡുകൾ, ടെക്സ്റ്റ് ബുക്കുകൾ, ഗൈഡുകൾ എല്ലാം നമ്മൾ നൽകുന്നുണ്ട്. ഗൾഫിലുള്ളവർക്ക് നാട്ടിൽ ലീവിന് വരുമ്പോഴത്തേന് എക്സാം നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീട്ടിൽ ഇന്ന് പരീക്ഷ എഴുതാൻ പറ്റുന്ന ബോസ് എഡ്യൂക്കേഷൻ്റെ SSLC +2 നമ്മൾ നൽകുന്നുണ്ട്. ഇഗ്നോ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷൻ നൽകുന്നുണ്ട്. കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ 9037114679. ഓക്കെ, താങ്ക് യു.